ആദ്യം വല്ലാതിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചതാ, നിത്യച്ചയെ കാണാൻ പോയാലോ എന്ന്. പറഞ്ഞ ഉടനെ അവൻ ചാടി ഇറങ്ങി. പക്ഷെ മനു, ജ്യോതിയോട് പറഞ്ഞിട്ട് പോരായിരുന്നല്ലേ നിങ്ങക്ക്? അത് കുഴപ്പമൊന്നുമില്ല നിത്യച്ചി, അയാൾ അറിയുമ്പോൾ ഹാപ്പി ആയിരിക്കും. അവന്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ആദ്യമോനെ, മനുവിന് മോനോടുള്ള സ്നേഹം കണ്ടോ? മോൻ എന്ത് കാര്യമുണ്ടെങ്കിലും മനുവിനോട് പറഞ്ഞാൽ മതി. എപ്പോഴും പറയല്ലോ ഞാനൊരു ആൺകുട്ടിയാ, എന്തേലും വന്ന സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നൊക്കെ. അത് നിത്യാമ്മക്ക് വേണ്ടിയല്ലേ? എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെ വേണം. അവിടെ എല്ലാവർക്കും മോനെ ഇഷ്ടമല്ലേ? അപ്പൊ മോനെ എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെ പെരുമാറണം കേട്ടോ. മോനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാ അവൻ നല്ല മോനാണെന്ന് കേക്കണ്ടേ? മനി, ജ്യോതിയുടെ പെരുമാറ്റത്തില് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിലവളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. വളരെ ചെറിയ പ്രായത്തില് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷോക്ക് അവൾക്ക് കിട്ടിയത്. മനു അതിന്റെ കാരണക്കാരനുമല്ലേ? സാധാരണ കല്യാണം കഴിച്ചയക്കുമ്പോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കും, ഭൂമിയോളം ക്ഷമിക്കണമെന്ന്. മനുവിന്റെയും ജ്യോതിയുടെയും കാര്യത്തില് ഞാനത് മനുവിനോട് ആവശ്യപ്പെടാം. നിത്യച്ചി, കഴിഞ്ഞ 8 വർഷം അവളുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു. അതിന്റെ പ്രശ്നങ്ങള് അവളുടെ ജീവിതത്തിലുണ്ട്. ക്ഷമിച്ചും പുറത്തും അതൊക്കെ മാറ്റിയെടുത്ത് അവളെ നല്ലൊരു ഭാര്യയാക്കണം. അതിന് മനുവിന് പറ്റും. ഇല്ല നിത്യച്ചി, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് മനുവിന് വിശ്വാസമുണ്ട്. പിന്നെ മനു, ആദ്യം മനുവും കൂട്ടി എന്റെ അടുത്ത് വരണമെന്ന് തോന്നിയ കൂടെ ജ്യോതിയും കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ ഇപ്പൊ എത്ര ഹാപ്പിയാണെന്നറിയോ? എപ്പോഴും ഹാപ്പി ആയിരിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കണം. അപ്പോഴേ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവും. മോനെ കൊണ്ടുപോയിക്കോ. ഇവൻ പതുക്കെ പതുക്കെ മനുവിൻ്റെതായി മാറും. ശരി. വാ. എടി, നീ എന്തോന്നും പറയാത്തെ? ഞാൻ ആദ്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജ്യോതി പണ്ടത്തെ പോലൊന്നുമല്ല. നീ അവനോട് നല്ല അടുപ്പം കാണിക്കണം. അതെങ്ങനെയാ ഞാൻ അവനോട് അടുപ്പം കാണിക്കുന്നേ? എന്തുപറ്റി? സ്ഥാനം വിട്ടുകൊടുക്കാൻ നിത്യേച്ചി തയ്യാറല്ലല്ലോ. എന്താ മോളെ നീ പറയുന്നേ? മനു എന്നോട് പറയാതെയാ ആദ്യ കൂട്ടി ഇറങ്ങിയത് നിത്യേച്ചി കാണാൻ. നിത്യേച്ചിയുടെ അടുത്ത് അവര് വന്നപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. അത് പെട്ടെന്ന് ഞാൻ അവനെ കണ്ട സന്തോഷത്തില്. നിത്യേച്ചിയുടെ സന്തോഷം, നിത്യേച്ചിയുടെ സങ്കടം, നിത്യേച്ചിയുടെ ഫീലിങ്സ്, അതല്ലാതെ
മറ്റുള്ളവർക്ക് ഇത് വല്ലതും ഉണ്ടോന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജ്യോതി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിത്യേച്ചി, ഞാനിപ്പോ ഒരു പുതിയ വീട്ടിലാ. ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളും ഉണ്ട്. അതെല്ലാം നിത്യേച്ചിയോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം നിത്യേച്ചും തമ്മിലുള്ള സ്നേഹം. മനുവിന്റെ അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഇഷ്ടക്കുറവുണ്ട്. വേറൊന്നും തോന്നണ്ട, നിത്യേച്ചി അവനിൽ നിന്നൊന്ന് അകന്നേ പറ്റും. ജ്യോതി, നീ തന്നെയാണോ ഈ പറയുന്നത്? ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതെ അകന്നു നിന്ന ഒരു പെണ്ണല്ല ഇപ്പൊ ഞാൻ. ഭർത്താവുണ്ട്, അയാളുടെ കുടുംബമുണ്ട്. ഞാനും ചിലതൊക്കെ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. സോറി മോളെ. നിനക്ക് ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിയാ, മനു ആദ്യം വന്നപ്പോ നിന്നെ ഞാൻ വിളിച്ചില്ല. പക്ഷെ ഞാൻ എന്താ കരുതിയെന്നറിയോ? നീ എന്റെ അനിയത്തിയല്ലേ, ഇതൊക്കെ നിനക്ക് സന്തോഷായിരിക്കുന്ന. നിന്നെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാ മതി. നിത്യേച്ചി എല്ലാവർക്കും ഇഷ്ടാ, മനുവിനും ആദിക്കും എല്ലാവർക്കും. പക്ഷെ അത് എന്നോടുള്ള ഇഷ്ടക്കുറവായിട്ട് മാറരുത്. ഇതെന്റെ ഒരു റിക്വസ്റ്റാ.